ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഫലസ്തീനികൾ സ്വൈര ജീവിതത്തിലേക്ക് തിരികെ മടങ്ങുകയാണ്. കരാർ പ്രകാരം ഗസ മുനമ്പിലെ മിക്കയിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറി. ഇതിനിടയിൽ മുനമ്പിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചാരവൃത്തി നടക്കുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് വ്യോമസേനയായ റോയൽ എയർഫോഴ്സ് അഥവാ റാഫിന് കീഴിലുള്ള 2 ചാരവിമാനങ്ങൾ ഗസ വ്യോമാതിർത്തിയിൽ മണിക്കൂറുകളോളം പറന്നതായാണ് പുറത്തുവരുന്ന വിവരം. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള അന്വേഷണാത്മക മാധ്യമം ഡീക്ലാസിഫൈഡ് UK ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പുറത്തുവന്ന വിവരങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവ സായുധ വിമാനങ്ങളല്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ബന്ദികളെ കണ്ടെത്തുക എന്ന ദൗത്യം മാത്രമാണ് വിമാനങ്ങൾക്കുള്ളതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ എന്തിനാണ് ഇത്തരമൊരു രഹസ്യ നീക്കമെന്ന സംശയമാണ് ഉയരുന്നത്. ഹമാസ് പിടിയിലുണ്ടായിരുന്ന അവസാനത്തെ ബ്രിട്ടീഷ് ബന്ദി എമിലി ദമാരിയെ വെടിനിർത്തലിന്റെ ആദ്യ ദിവസം മോചിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും മേഖലയിൽ ബ്രിട്ടീഷ് വിമാനങ്ങൾ എത്തിയത് ദുരൂഹത ഉണർത്തുന്നതാണ്. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപ് രാജ്യമായ സൈപ്രസിലുള്ള ബ്രിട്ടീഷ് വ്യോമത്താവളത്തിൽ നിന്നാണ് 2 ചാരവിമാനങ്ങളും പുറപ്പെട്ടതെന്നാണ് ഡീക്ലാസിഫൈഡ് UK റിപ്പോർട്ട് ചെയ്യുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ബന്ദി കൈമാറ്റം നടന്ന അതേ ദിവസങ്ങളിലാണ് വിമാനങ്ങൾ ഗസയിലെത്തിയത്. റാഫ് അക്രൂട്ടരി എന്ന പേരിലുള്ള താവളത്തിൽ നിന്ന് ജനുവരി 19 ഉച്ചയ്ക്ക് 3:32 പറന്നുയർന്ന ഷാഡോ R1 വിമാനം രാത്രി 8:59 തിരികെ ഇറങ്ങി. 2ാം ഘട്ട ബന്ദി കൈമാറ്റം നടന്ന ജനുവരി 25 അടുത്ത വിമാനം ഗസയിലെത്തിയത്. രാവിലെ 11:26 റാഫ് അക്രൂട്ടരിയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 5:44 തിരികെ എത്തുകയും ചെയ്തു. 2 യാത്രയിലും കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ എത്തിയപ്പോൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വയർലെസ് സംവിധാനമായ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2 വിമാനങ്ങളും ഒരിക്കലും ഗസ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചില്ലെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം ഡീക്ലാസിഫൈഡിനോട് പ്രതികരിച്ചത്. ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാറിനെ പൂർണ്ണമായും മാനിച്ചായിരുന്നു പ്രവർത്തനമെന്നും മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ ബന്ദികളുടെ സഞ്ചാരത്തിന്റെ രഹസ്യ ദൃശ്യങ്ങൾ ഷാഡോ R1 ചാരവിമാനങ്ങൾ പകർത്തിയതായാണ് വിവരം. ഇസ്രായേലിന് വേണ്ടി മറ്റിടങ്ങളിൽ നിന്ന് ചാരവൃത്തി നടത്തിയതായും സൂചനയുണ്ട്. ഇസ്രായേൽ വ്യോമാതിർത്തിയിൽ നിന്ന് ഗസയിലെ രഹസ്യവിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടോ എന്ന് ഡീക്ലാസിഫൈഡ് ബ്രിട്ടീഷ് മന്ത്രാലയത്തോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഗസയിൽ ഈ ചാരവിമാനങ്ങൾ എന്തെടുക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം വ്യക്തമാക്കണമെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ ഫലസ്തീനിയൻസ് അഥവാ ICJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിമാനങ്ങളാണ് ഷാഡോ R1. ബന്ദി കൈമാറ്റം തുടരുന്ന സമയത്തും നിരന്തരമായി ഇവയെ ഉപയോഗിച്ചത് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ദുരൂഹതയുണർത്തുകയാണെന്ന് ICJP ലീഗൽ ഓഫീസർ സാക്കി സറാഫ് പറഞ്ഞു. വിഷയത്തിൽ ബ്രിട്ടീഷ് പൊതുസമൂഹത്തിന് വ്യക്തത നൽകാൻ സർക്കാർ തയ്യാറാകണം. ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ വംശഹത്യയിൽ ബ്രിട്ടന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 15 മാസം നീണ്ട യുദ്ധത്തിന്റെ ഭീകരതയ്ക്കൊടുവിൽ ജനുവരി 19 ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. കരാറിന്റെ ആദ്യഘട്ടം 42 ദിവസം നീണ്ടു നിൽക്കും. ഇതിനിടെ ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ 2ഉം 3ഉം ഘട്ടങ്ങൾക്കുള്ള ചർച്ച നടക്കും. കരാറിന്റെ ഭാഗമായി ഇതിനകം 13 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. 3 സൈനികരും ഇതിൽ ഉൾപ്പെടും. ഇതിന് പകരമായി അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് മാസങ്ങളായി ഇസ്രായേൽ തടവറകളിൽ കഴിഞ്ഞ 400ഓളം ഫലസ്തീനികളെ മോചിപ്പിച്ചിട്ടുണ്ട്.